ഹായ്, ഈ വീഡിയോയിൽ നമുക്കൊരു ആയുർവേദ ഹോം മെയ്ഡ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സോപ്പ് ബേസ് എടുക്കണം. അത് നമുക്ക് ഗ്ലിസറിൻ ആവാം, അല്ലെങ്കിൽ മിൽക്ക് ബേസ് ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഗ്ലിസറിൻ സോപ്പ് ബേസാണ്. അതിൽ 50 ഗ്രാമോളം നമ്മൾ എടുക്കുക. അത് ഓൺലൈനായി വാങ്ങിച്ചതാണ്. അപ്പോൾ ഓൺലൈനായി വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 250 500 ഗ്രാമിൻ്റെ ഒക്കെയാണ് കിട്ടുക. അത് നമ്മളിങ്ങനെ 50 ഗ്രാമിന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. നെക്സ്റ്റ് നമുക്കുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നീം ലീവ്സാണ്. നീം ലീവ്സ് എന്ന് പറയുമ്പം ആര്യവേപ്പിനില. ഈ ആര്യവേപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി എന്താണ്, ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റാണ്. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് സോപ്പിൽ. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് അത് വളരെയധികം എഫക്റ്റീവ്, നീം സോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ആ ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ അലോവേരയാണ് ചേർത്തിരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെയുള്ള അലോവേരയാണ്. അതില്ലെങ്കിൽ നമ്മൾ അലോവേര ജെല്ല് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഈ അലോവേര നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ജെല്ലായിട്ട് എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ജെല്ല് എടുക്കുകയാണ്. സ്കിൻ ടൈപ്പ് പറയുമ്പോൾ ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും അലോവേര സോപ്പ് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് ആര്യവേപ്പിനിലയും അലോവേര ജെല്ലും ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. ഇവ രണ്ടും മാത്രം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഒരു സോപ്പിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 50 ഗ്രാം ഗ്ലിസറിൻ ബേസിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് 10 ml ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മെഷറിംഗ് ജാറിലേക്ക് ഒരു 10 ml ആണ് എടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു വലിയ പാത്രത്തിൽ അത്യാവശ്യം വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 50 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസ് നമ്മൾ ഇറക്കി വെക്കുക. ശ്രദ്ധിക്കേണ്ടത്, വലിയ പാത്രത്തിലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇറക്കി വെക്കാൻ പാടുള്ളൂ. ഇതിന് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയും. ഇനി നമ്മൾ ഈ ഒരു ഗ്ലിസറിൻ സോപ്പ് ബേസ് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിലെ ഇൻഗ്രീഡിയൻസ് പ്രിസർവ് ആവാനും യൂണിഫോം ഹീറ്റിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച 10 ml ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി തന്നെ കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സോപ്പ് മോൾഡിലേക്ക് ഇത് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സോപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മിക്സ് സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഇനി നമ്മുടേത് നന്നായി സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 3 to 6 hours നമ്മളിത് അനക്കാതെ അങ്ങനെ തന്നെ വെക്കണം. അതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതൊരു ഏകദേശം ഞാൻ 4 hours വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് മോൾഡിൽ നിന്ന് എടുക്കുകയാണ്. ഇതാ നമ്മുടെ ഹോം മെയ്ഡ് നീം അലോവേര സോപ്പാണ്. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.